ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ് കുറച്ച് നേരമായി ഓണാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് പെട്ട് കിടക്കാൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ ദിവസമായി കേട്ടോ നമ്മളെ വീഡിയോ ഇട്ടിട്ട് അതൊക്കെ പറഞ്ഞേ. അപ്പോൾ നിങ്ങളെല്ലാവരും MTK മറന്നു പോയെന്ന് വിചാരിച്ച് ഇത്ര ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് പോയി ഞാൻ ചത്തി കഴിച്ചിട്ട് ഞാൻ ജീവനോടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുമോ. ഇതെന്ത് സംബന്ധിച്ച് മനസ്സിലായില്ല, ജയിലിൻ്റെ അകത്താണ് ഓണാക്കിയപ്പോൾ ഉടനെ ജയിലിൻ്റെ അകത്താണ്. 20 FPS ഉണ്ട്. ഓക്കെ, ഈ അണ്ണൻ എനിക്ക് എങ്ങനെ രക്ഷപ്പെടണം കൈസ്, ഇതിനകത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നാണ് ഒരു ഇത് ആഗ്രഹം. ഇവിടെ വരാമോ? ആരാടാ എവിടെ രക്ഷപ്പെടും? മിക്കവാറും ആരെങ്കിലും വിട്ടാ പുറത്ത്. എല്ലാ പൊണ്ണെ എന്ത് എവിടെ നീ എവിടെ? നിന്റെ മുമ്പിൽ ആ ഇയാളാ നീ എന്താ വിളിച്ചേ? വെള്ളം എടുത്ത് തരോ? വെള്ളമൊക്കെ നല്ല തണുപ്പുണ്ട്, എടുത്ത് തരുമോ? തന്നെത്താനെ പോയി എടുത്തോ. അതിനവൻ വെള്ളമൊക്കെ എടുത്തു തരാമോ? ഇതാണ് ബ്രോ, കൊള്ളാം കൊള്ളാം. നീ എങ്ങനെയാണോ ജയിലിൽ വന്നേ? ഇതെന്നോട് ചോദിക്കാൻ വേണ്ടി വിചാരിച്ചേ. എടാ എനിക്കറിയില്ല ഞാനെങ്ങനെ ചെയ്തെന്ന്. കാര്യം പറ. എടാ ക്രീനോ എന്താ എന്താ എനിക്ക് ഷർട്ടാക്കാം ഓണടിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചാൽ എനിക്ക് രക്ഷപ്പെടായോ? നിനക്ക് രക്ഷപ്പെടാൻ കഴിയോളാ? എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പം എല്ലാവരും ജയിലിൽ പൊട്ടിച്ച് രക്ഷപ്പെടാം. ജയിൽ പൊട്ടിച്ച് രക്ഷപ്പെടാമൊക്കെ. ഞാൻ ഗണ്ണ് ഫയർ ചെയ്യട്ടെ ഗൈസ്. എനിക്ക് ഗണ്ണൊക്കെ ഉണ്ട് ഗൈസ്. സാധാരണ ഇത് തന്നെ. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് സംഭവം ഒന്നും കാണില്ല. എന്തോ എലിമിനേറ്റായി എന്നും എനിക്ക് മനസ്സിലായില്ല. ഓ ഇതിപ്പോൾ എനിക്ക് സെറ്റാൻ കഴിയും. എടാ മോനെ ഇത് നോക്ക്, ക്യാപ്പ് അടിപൊളിയാണ്. ഇത് വെച്ച് മഴയൊക്കെ അടങ്ങി നിന്ന് നമുക്ക് ജീൻസ് എനിക്ക് രക്ഷപ്പെടും. ഓക്കെ, ബാഗ് വലുതാക്ക് വലുതാക്ക്. ബാഗ് വലുതാക്ക് രസമല്ല, ചെറിയ ബാഗ് എടുത്തോ. ഞാൻ കുറേ നേരമായി ഗൈസ്. എന്താണ് ഞാനും നിന്നെ പോലെ ജയിലിൽ പെട്ടതാ. നീ എങ്ങനെ ഇട്ടത്? ഞാൻ ഒരാളെ കൊന്നുപോയി അറിയാതെ. NPCs ഒക്കെ പെടുന്ന സീനാണ്. എനിക്ക് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുണ്ട്. എനിക്ക് ഗണ്ണ് പിടിക്കുക. ഞാൻ ഫയർ ചെയ്ത് നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് ആരും കൊള്ളിക്കാതൊന്ന് ഫയർ ചെയ്ത് നോക്കാം. ഇല്ല വലിയ പ്രോബ്ലം ഇല്ല. റിസപ്ഷൻ്റെ അവിടെ ഫയർ ചെയ്ത് ഇല്ല വലിയ പ്രോബ്ലം ഇല്ല ഗൈസ്. അവർ അപ്പോൾ വലിയ കാര്യമാക്കില്ല. ഒരാരും മേലെ തൊട്ട് ഫയർ ചെയ്താൽ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇപ്പം വിളിച്ച് നോക്കട്ടെ. ഓ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു നോക്കട്ടെ ഗൈസ്, മറന്നു പോയത്. യാഷല്ലേ, ഞാൻ യാസിനെ വിളിച്ചു നോക്കട്ടെ. അപ്പം ഞാൻ യാസിനെ വിളിച്ച് സീക്രട്ടാണ്. വെള്ളം യാസ് വിളിച്ച് ഗൈസ്. അപ്പം പറഞ്ഞത് ഈ പൊട്ടിച്ച് നമുക്ക് ചിലപ്പം പൊട്ടും. ഇത് പൊട്ടാത്ത ഗ്ലാസ്സാണ് പോലും, നമ്മളെ പിടിക്കാൻ കഴിയില്ല. അപ്പം ഓനെന്തോ ആക്റ്റീവ് ചെയ്തല്ലോ. ഇല്ല ഗൈസ്, പൊട്ടാത്തതാണെന്ന് നിങ്ങൾ പറഞ്ഞതാ. എടാ മോനെ അത് പൊട്ടില്ല, ഞാൻ കുറെ ട്രൈ ചെയ്ത് നോക്കിയതാ. ഇയാൾ കുറെ നേരെ കേസ് ഉറപ്പിക്കുന്നു. എടാ കുറച്ച് വെള്ളം എടുത്താടാ. എടാ അനക്കാൻ എടുത്തുള്ള ഷൂ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓ എടുക്കണ ഈ കുറെ നേരം ഇനി വിറപ്പിക്കണ നീ. എടാ കിടക്ക സീനാട്ടോ. കിടക്കൻ്റെ മുകളിൽ കയറി ചാടാൻ. എടാ ഇവനുണ്ടല്ലോ, ഇവന് മാത്രമാണ് കിടക്ക, ഞങ്ങൾക്ക് കിടക്കില്ല. എനിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് കാര്യം പറയട്ടെ, എങ്ങനെയെങ്കിലും എസ്കേപ്പ് ചെയ്യണം. ഇവിടുന്ന് ഇറങ്ങിയാലേ കാര്യം നടക്കുള്ളൂ. ഇയാൾ സീനാണ്. വെറുപ്പിക്കില്ല, പറയും എന്താ വേണ്ടേ? മൊബൈൽ തരോ ചോദിക്കുമെന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. വെയിറ്റ് ആക്ക്, മൊബൈൽ കണ്ടിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ആക്ക്. മൊബൈൽ ചോദിക്കും,
ഷുവറാവും മൊബൈൽ ചോദിക്കും. എടാ മോനെ ഒരു മൊബൈൽ തരുമോ? എനിക്ക് മൊബൈൽ കച്ചവടമില്ല. അത് ഞാനേ മൊബൈൽ എടാ കളറ് ഗായ്സ് സീനാണ്. എൻ്റെ റെക്കോർഡിങ് കുറേ നേരമായി. ഇയാൾ കുറേ വെറുപ്പിക്കുന്നുണ്ട്, എന്തൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഓഫ് ചെയ്യാതാ. ഗണ്ണെടുത്ത് മാറ്റി വെക്കും. ഗണ്ണ് നമുക്ക് അത്യാവശ്യത്തിന് എടുക്കാം. ഓക്കെ എടാ മോനെ മൊബൈൽ താടാ. ആകെ ഒരു മൊബൈലേ ഉള്ളൂ. കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടാതെ ഗോയ്സ്. ഞാൻ എന്താ വെച്ചാൽ ചെയ്യാൻ ആലോചിക്കട്ടെ. സ്ലോമോ ഇട്ട ഇയാൾ വലിയ ശല്യം ഉണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ. എടാ എനിക്ക് മൊബൈൽ തരുമോ? സ്ലോ മോഷനായിട്ട് കേൾക്കുന്നില്ല നിങ്ങൾക്ക് ഗൈസ്. എൻ്റെ സൗണ്ടിന് സ്ലോ മോഷനായി. ഓക്കെ കുഴപ്പമില്ല. സ്ലോ മോഷൻ അടിപൊളി. എടാ മെല്ലെ ചാടാ. എൻ്റെ ബട്ടൺസിൽ കയറി തൊടുന്നോടാ. അവൻ്റെ ബട്ടൺസിൽ കയറി അവന് ഇഷ്ടപ്പെട്ടില്ലാലും എനിക്ക് അവനൊന്ന് ഇടിക്കുക അവനെ. അല്ല ഇവനെ ഇടിച്ചാൽ നമുക്ക് എന്തോ കിട്ടുമോ? ഇടിച്ചോക്കാലോ ഒരു കേട്ടോ. എൻപിസിനെ ഇടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അവനെ സ്റ്റാർ വരില്ല എന്നാണ് പറയണത്. പറയാറ് സാധാരണ അങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഒരു ബുള്ളറ്റ് ആക്കിയാലും പ്രോബ്ലമില്ല. റിസപ്ഷന്മാർ എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ഫ്രണ്ടിനെ വിളിക്കാൻ പോവാണ്. യാഷിനെ വിളിക്കണ്ട. യാഷ് നേരത്തെ എന്തോ വെച്ചിലാണ്. അവൻ്റെ പേര് അഭിഷേക് അല്ലേനു. ആ അതാ. അത് അവനെ വിളിച്ചിട്ട് കാണാം ഗൈസ്. അപ്പം നമ്മൾ വീണ്ടും വന്നോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടി പുറത്തൊരു ബൈക്ക് വേണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ബൈക്കിലൂടെയാണ് രക്ഷപ്പെടാൻ പോണേ. ബൈ ബൈ. ഓക്കെ ഞാൻ പുള്ളിയുടെ സൗണ്ട് കിട്ടുമോ നോക്കട്ടെ. ഓക്കെ എൻ്റെ സൗണ്ട് കൊള്ളാട്ടോ. നമുക്ക് എൻ്റെ സൗണ്ട് പിടിക്കുകയോ ഇയാൾ? ഓ ഞാൻ ഭയങ്കര മിലിറ്ററി ആർട്ടിസ്റ്റാ. ഒരൊറ്റ തള്ളല. ഓക്കെ നോക്കാം. എന്താണ് ബ്രോ മൊടയാണോ? സീൻ ആർട്ടിസ്റ്റാണ് ഗൈസ്. എൻ്റെ സൗണ്ട് ഒന്നും ആർക്കും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. കുഴപ്പമില്ല, നമുക്ക് എസ്കേപ്പ് ചെയ്യാം. എനിക്ക് എസ്കേപ്പ് ചെയ്യാൻ മുട്ടി നിൽക്കുകയാണ്. എസ്കേപ്പ് ചെയ്യാം. സീൻ RGB ബൈക്കൊക്കെ ചെങ്ങാനെന്തായാലും ലൈക്ക് ചെയ്യണം. ഇവൻ എപ്പോഴും ഈ ബൈക്ക് ഇവിടെ കൊണ്ടുവച്ചണ പോലും. യാഷും ഇവന് അഭിഷേകുമ്പാടെ വന്നിട്ട്. യാഷാണ് നേരത്തെ കൊണ്ടുവച്ചത്. അഭിഷേകിനെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇനിയാണ് നമ്മളെ കളി സ്റ്റാർട്ടാക്കുമ്പോൾ. ഇനി എത്രയും നേരം നീ ജയിലിട്ട് വെക്കുവോ? ഞാൻ ജയിലിട്ട് വെക്കൂ. ഇവരൊന്നും കൊല്ലായില്ലടാ. ഇവനെ കൊല്ലയോ? ഇവര് സീന. ഇതൊക്കെ ഞാൻ ഇവനടിച്ചിടായോ. ഓനടിച്ചിട്ടുണ്ട്. എടാ റണ്ണാക്ക്. പോലീസ് വരും. അപ്പം അതിന് മുമ്പ് ഞാൻ എന്തായാലും ഇവർക്കൊന്ന് കൊടുക്കണ്ടേ. എന്തായാലും ഇവിടെ വന്ന് എടാ ഗ്ലിച്ച് സീന്. ഓക്കെ ഇവനല്ലേ ബാക്കി ഇവനാ വന്നേ. ഓക്കെ രണ്ടാളും ഇവിടെ ഉണ്ട്. ഓക്കെ ഇവനെയും തട്ടണമല്ലോ. ഞാൻ തൽക്കാലത്തിന് ഇതെടുക്കുക. സ്കോപ്പ് ചെയ്യാലോ. ഹെഡിന് കൊടുക്കുക. അവിടെ നേരത്തെ അവന് കൊടുച്ചിനല്ലോ അല്ലേ. ഇത്ര ഷോട്ടിനും തീർന്ന്. ഓക്കെ അപ്പോൾ ബൈ. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒരു
GTA 5 ഒക്കെ പോലെ എല്ലാവരും ഇടുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.